തീരമേഖലയിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. പലയിടത്തും തിരമാലകൾ ഉയരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. കോവളത്ത് ശക്തമായ തിരമാലയാണ്. വിനോദസഞ്ചാരികൾ കടലിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഗോകുൽ തിരുവനന്തപുരത്ത് നൽകുന്ന വിവരങ്ങളിലേക്ക്. ഫേഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രകടമായ മാറ്റം കേരള തീരത്തുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം തീരത്താണ്. കോവളം തീരത്തേക്ക് വരുമ്പോൾ അതിശക്തമായ കാറ്റും ഒപ്പം വലിയ രീതിയിൽ തന്നെ തിര കയറി വരുന്നുമുണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ 2 മണിക്കാണ് നിർദ്ദേശം ഉണ്ടാകുന്നത്. വിനോദസഞ്ചാരികൾ ഇറങ്ങുന്നതിന്, കടലിറങ്ങി കുളിക്കുന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾ ഈ സമയത്താണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ആളുകൾ ഇറങ്ങിയിരുന്നതൊക്കെ കുറച്ച് വൈകിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെ വിനോദസഞ്ചാരികളുടെ ആഭ്യന്തര വിനോദസഞ്ചാരികളും ഒപ്പം വിദേശ വിനോദസഞ്ചാരികളും വലിയ രീതിയിൽ തന്നെ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ നിയന്ത്രണങ്ങൾ ഇത്രത്തോളം ഉണ്ടായിട്ടും ഈ ലൈഫ് ഗാർഡുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ പാലിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ഇറങ്ങുന്നവർ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വം സ്വന്തമായി ഏറ്റെടുക്കുന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആളുകൾ ഇപ്പോഴും ഇറങ്ങി കുളിക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ളതാണ് നമ്മൾ ദൃശ്യത്തിൽ നിന്ന് കാണുന്നത്. പലരും വലിയ രീതിയിൽ തന്നെ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. കാൽ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങാൻ അവസരം കൊടുക്കുമ്പോൾ പലരും ഇറങ്ങി കുളിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകൾക്ക് ഉണ്ടാക്കുന്നുമുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുകൾ ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ തിരക്കുണ്ടോ ഇന്നിപ്പം? തിരക്കുണ്ട്, നല്ല തിരക്കാണ്. അത്രയും പേരൊന്നുമില്ല. ഈ ബീച്ചിൽ തന്നെ മുൻകാലങ്ങളിൽ 6 പേരാണ് ഡ്യൂട്ടി ചെയ്തിരുന്നത്. ഇപ്പോൾ പകുതി 3 പേരേ ഉള്ളൂ. ഈ ബീച്ചിൽ മൊത്തം 3 പേരേ ഉള്ളൂ. 3 പേരേ ഉള്ളൂ. അതും ഞായറാഴ്ചയും കൂടെയാണ്. അവധി ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ്. ഈ 3 പേരെ കൊണ്ട് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ ചുഴലിക്കാറ്റിന്റെ മാറ്റങ്ങൾ ഇവിടെയും പ്രകടമാണോ? ഇന്നിപ്പോ നല്ല ശക്തമായ കാറ്റുണ്ട്. തിരമാല ഭയങ്കര ശക്തമാണ്. ഏകദേശം ഇപ്പൊ തന്നെ തിരമാല കാണുമ്പോഴത്തേക്കും മൺസൂൺ ടൈം ആ സമയമുള്ളത് പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. നിയന്ത്രണം ഉണ്ട്, ഇറങ്ങരുതെന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയിച്ചിരുന്നു ആളുകളെ? അത് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരിങ്ങനെ കേൾക്കാറില്ല. നമ്മള് മാക്സിമം വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്, അവര് കേൾക്കാതെ ഇറങ്ങി പോകുന്നു. എന്തായാലും ഇറങ്ങുന്നവർ സൂക്ഷിക്കുക. വലിയ തിരമാലകളാണ്, ഒപ്പം ശക്തമായ കാറ്റുമുണ്ട്. ഫേഞ്ചൽ ചുഴലിക്കാറ്റിനുള്ള എല്ലാവിധ പ്രകടമായ മാറ്റങ്ങളും തിരുവനന്തപുരത്തുണ്ട്. അതിശക്തമായ മഴയ്ക്കും സാധ്യത വരും ദിവസങ്ങളുണ്ട്. എന്തായാലും ഗ്രീൻ അലർട്ടിൽ നിന്ന് റെഡ് അലർട്ടിലേക്ക് പോകാൻ വലിയ താമസമില്ല. അങ്ങനെയാണ് ആ ഒരു കാലാവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനുള്ള സാഹചര്യവും സാധ്യതകളും ഒക്കെ മുൻപിലുണ്ട്.